നമസ്കാരം. ശ്രീ ദീപത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ നായർ. ഇന്നത്തെ നമ്മുടെ വിഷയം ഗോചരം ചിന്തിക്കുന്നത് ലഗ്നാലോ ചന്ദ്രാലോ എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിൽ ഗോചരം ചിന്തിക്കുമ്പോഴേക്കും കുറച്ച് പേര് ലഗ്നാൽ ചിന്തിച്ച് വരുന്നുണ്ട്, കുറച്ച് പേര് ചന്ദ്രാൽ ചിന്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. എനിക്കും മെസ്സേജ് വന്നിരുന്നു, ഇതിൽ ലഗ്നാലാണോ ചന്ദ്രാലാണോ ചിന്തിക്കുന്നത്, ഇതിലേതിലാണ് കൂടുതൽ അനുഭവ ഗുണങ്ങൾ കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജും കൂടി വന്നിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഉദാഹരണത്തിലൂടെ നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കേരളത്തിൽ ഞാൻ ജ്യോതിഷം പഠിച്ച ആളാണ്, അതിനുശേഷം നോർത്തിലും പഠിച്ചിരുന്നു. അപ്പോൾ ആ നോർത്തിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ലഗ്നാലും ചന്ദ്രാലും ഗോചരം ചിന്തിക്കാം എന്നുള്ളതാണ്. എന്നിട്ട് ഈ രണ്ടും കൂടിയുള്ള റിസൾട്ടിനെ നമുക്ക് കമ്പൈൻ ചെയ്യാം നമ്മുടെ ദശാപഹാര കാലവുമായിട്ട് എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒരു 3 ഉദാഹരണ ജാതകത്തിലൂടെ കാണിച്ചു തരാം. നമ്മുടെ ലഗ്നം എന്ന് പറയുന്നത് നമ്മൾ സെൽഫാണ്, നമ്മുടെ ബോഡിയാണ്, നമ്മുടെ ശരീരമാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ജന്മനക്ഷത്രത്തിൽ നിൽക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ, നമ്മുടെ മനസ്സാണ്. അപ്പോൾ നമ്മുടെ മാനസിക തലത്തിലുള്ളതായ കാര്യങ്ങളെ ചന്ദ്രൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ കരിയർ ആയിക്കോട്ടെ, നമ്മുടെ വിവാഹ ജീവിതം ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ കൂടിയാണ്. മാനസിക തലത്തിലുള്ള ആഗ്രഹങ്ങളാണ് കരിയറിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചുള്ളതായ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ലഗ്നം എന്ന് പറയുന്നത് ഭൗതിക തലത്തിലുള്ളതായ കാര്യങ്ങളെയും നമുക്ക് സൂചിപ്പിക്കാം. ലഗ്നമാണ് ഒരു ഗ്രഹനിലയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാന ഭാവം എന്ന് പറയുന്നതും ലഗ്നം തന്നെയാണ്. ഇവിടെ നമ്മൾ അനുഭവ സാധ്യതകൾ ചിന്തിക്കുമ്പോഴേക്കും ദശ അപഹാരങ്ങൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. ദശ അപഹാര കാലങ്ങളിൽ എന്തെല്ലാം സാധ്യതകളാണോ ഉള്ളത് അത് നടക്കാനുള്ളതായ ആ ഒരു പ്രോമിസിൻ്റെ സമയമാണ് ഈ ഗോചരം നമുക്ക് കാട്ടിത്തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഉദാഹരണ ജാതകം ആദ്യം പരിശോധിക്കാം. ഇത് ധനു ലഗ്നത്തിൽപ്പെട്ട ജാതകമാണ്, അതേപോലെ കന്നിക്കൂറിൽപ്പെട്ടതായ ജാതകവുമാണ്. ധനു ലഗ്നം, കന്നിക്കൂറ്. ഈ ജാതകന്റെ ദശ ഇപ്പോൾ നടക്കുന്നത് ഗുരുദശയാണ്. നമുക്ക് ഗോചരം ചിന്തിച്ചതിന് ശേഷം ദശയായിട്ട് കണക്ട് ചെയ്യാം. ആദ്യം ഗോചരം നോക്കാം. ലഗ്നാൽ ഗോചരം ചിന്തിക്കുമ്പോഴേക്കും ഇവിടെ ലഗ്നാധിപനും 4ാം ഭാവാധിപനുമാണ് ഗുരു എന്ന് പറയുന്നത്. ആ ഗുരു ഇപ്പോൾ അഷ്ടമത്തിലാണ് ഗോചരം ചെയ്യുന്നത്. ധനു ലഗ്നക്കാർക്ക് അഷ്ടമത്തിലാണ് ഗുരു ഗോചരം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, കുറച്ച് ദൈവാധീനം കുറവുള്ളതായ ഒരു സമയമാണ്, കുറച്ച് കാര്യ തടസ്സങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണെന്ന് മനസ്സിലായി. ദെൻ ഇവിടെ 4ാം ഭാവാധിപനാണ്, അഷ്ടമത്തിൽ നിന്ന് 4ലേക്ക് ദൃഷ്ടിയുണ്ട്. ഇവിടെ നിൽക്കുന്ന ഗുരുവിന് 4ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വാഹനം, വീട് പോലെയുള്ള കാര്യങ്ങൾക്കുള്ളതായ സാധ്യതയുണ്ട് എന്നുള്ളതായ ഒരു കാര്യം വരുന്നുണ്ട്. വീട്, വാഹനം പോലെയുള്ള കാര്യങ്ങൾക്ക് ഈ ഗോചര സമയത്ത് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതേപോലെ പിന്നെ ഈ ഗുരുവിന് ഇവിടെ നിന്ന് 5ാമത് ദൃഷ്ടി വരും 12ാം ഭാവത്തിലേക്ക്. 12ാം ഭാവത്തിലേക്ക് ഗുരു ദൃഷ്ടി വരുമ്പോഴേക്കും ഇത് വിദേശ യാത്രകൾ, വിദേശ യോഗം നമുക്ക് ചിന്തിക്കാം. അതേപോലെ ചിലവുകളും ചിന്തിക്കാം. അപ്പോൾ 4ാം ഭാവവും 12ാം ഭാവവുമായിട്ട് ബന്ധപ്പെടുമ്പോഴേക്കും വീടിന് വേണ്ടിയിട്ടുള്ളതായ ചിലവെന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതേപോലെ പിന്നെ വരുന്നത് 2ാം ഭാവത്തിലേക്കാണ്, ധനഭാവത്തിലേക്കാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ലഗ്നാൽ വരുന്ന അനുഭവ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ദൈവാധീന കുറവുണ്ട്, കാര്യ തടസ്സങ്ങളുണ്ട്, അതേപോലെ വീട്, വാഹനം പോലുള്ള കാര്യങ്ങൾക്കുള്ളതായ യോഗമുണ്ട്, വിദേശയാത്രയ്ക്കുള്ള യോഗവും ധനചെലവും സാധ്യതയുള്ള സമയമാണ് എന്ന് ചിന്തിക്കാം. ഇനി നമുക്ക് ചന്ദ്രാൽ എന്തെല്ലാം യോഗങ്ങളുണ്ട് എന്ന് നോക്കാം. ഇവിടെ കന്നി ലഗ്നമാണ്. കന്നി ലഗ്നക്കാർക്ക് ചന്ദ്രൻ എന്ന് പറയുന്നത് കർക്കിടകത്തിൽ 11ാം ഭാവമായിട്ട് വരും. 11ാം ഭാവമാണ് കർക്കിടകം. അപ്പോൾ ചന്ദ്രാൽ 11ലാണ് ഗുരു ഗോചരം ചെയ്യുന്നത്. 11 എന്ന് പറയുന്നത് നമ്മുടെ ഡിസയേഴ്സിന്റെ ഭാവമാണ്, ആഗ്രഹ പൂർത്തീകരണം നമ്മൾ ചിന്തിക്കുന്നത് 11ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ ചന്ദ്രാൽ 11ൽ ഗുരു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെതായ ആഗ്രഹങ്ങൾ, നമ്മുടെ കരിയർ സ്വപ്നങ്ങൾ, ഇതെല്ലാം മനസ്സിൻ്റെതായ ആഗ്രഹങ്ങളാണ് മെയിൻലി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ളതായ ഒരു സമയമാണ് ഇത് എന്നാണ് അവിടെ സൂചന വരുന്നത്. ചന്ദ്രാൽ 11ൽ ഗുരു നിൽക്കുമ്പോഴേക്ക് എന്തെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങളാവാം. ഇവിടെ ചന്ദ്രാൽ കന്നി വെച്ച് നോക്കുമ്പോഴേക്കും ചന്ദ്രാൽ 4ാം ഭാവാധിപനാണ് ഗുരു എന്ന് പറയുന്നത്. 4ഉം 7ഉം ഭാവാധിപനാണ്. 4ഉം 7ഉം ഭാവാധിപനായ ഗുരു
11 വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 4-ാം ഭാവ സംബന്ധമായിട്ട് 4-ാം ഭാവാധിപൻ 11 വരുന്നു എന്ന് പറയുമ്പോഴേക്കും ഇതേപോലെ തന്നെ വീട്, വാഹനം പോലെയുള്ള കാര്യങ്ങളുമായിട്ട് സംബന്ധിച്ച് ആഗ്രഹ പൂർത്തീകരണത്തിനുള്ളതായ സമയമാണ് എന്ന് ചിന്തിക്കാം. പിന്നെ 7-ാം ഭാവാധിപനാണ് 11 നിൽക്കുന്നത്. അപ്പോഴും ബിസിനസ് ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ്. ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളതായ ആഗ്രഹം സാധിക്കുന്ന സമയമാണെന്ന് പറയാം. അതേപോലെ വിവാഹം നോക്കുന്നവർക്ക് വിവാഹത്തിന് യോഗമുള്ളതായ സമയമാണെന്നും നമുക്കവിടെ 7-ാം ഭാവാധിപൻ 11 വരുമ്പോൾ ചിന്തിക്കാനായിട്ട് സാധിക്കും. ആ 11 നിൽക്കുന്ന ഗ്രഹത്തിന് 11 നിൽക്കുന്നതായ വ്യാഴത്തിന് 3-ാം ഭാവത്തിലേക്കും 5-ാം ഭാവത്തിലേക്കും 7-ാം ഭാവത്തിലേക്കും ദൃഷ്ടിയുണ്ട്. 7ലേക്ക് ദൃഷ്ടി നമ്മൾ പറഞ്ഞു വിവാഹം, ബിസിനസ് പോലുള്ളതായ കാര്യങ്ങൾക്കുള്ളതായ സാധ്യത ചിന്തിക്കാം. പിന്നെ 3-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോഴേക്കും 3 എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് എഫേർട്ടിന്റെ ഭാവമാണ്. നമ്മുടെ ധൈര്യം, വീര്യം ഒക്കെ ചിന്തിക്കുന്ന ഭാവമാണ്. പരാക്രമ ഭാവം എന്ന് പറയും. മനസ്സിന്റെ ധൈര്യം, കോൺഫിഡൻസ് ഒക്കെ നമുക്ക് അവിടെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒരു റിസ്ക് എടുക്കാനുള്ളതായ ആ ഒരു ധൈര്യം കിട്ടുക എന്ന് പറയാം. 3-ാം ഭാവം ആക്റ്റീവ് ആകുമ്പോഴേക്കാണ് നമുക്കൊരു ധൈര്യവും വീര്യവും ഒക്കെ കിട്ടുന്നത് എന്ന് പറയാം. അപ്പോൾ സെൽഫ് എഫേർട്ടിന്റെ ഭാവമാണത്. ആ എഫേർട്ട് എടുക്കാനുള്ളതായ ഒരു മനസ്സുണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ 3-ാം ഭാവം കൊണ്ട് നമ്മൾ സ്റ്റാർട്ടപ്പ് ഒക്കെ ചിന്തിക്കും. അപ്പോൾ ഈ 7ഉം 11ഉം 3ഉം ആയിട്ടൊക്കെ കണക്ഷൻ വരുമ്പോഴേക്കും സ്റ്റാർട്ടപ്പ്, ബിസിനസ് പോലെയുള്ളതായ കാര്യങ്ങൾക്കുള്ള സാധ്യത. പിന്നെ 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. 5-ാം ഭാവം എന്ന് പറയുന്നത് പൂർവ്വപുണ്യഭാവമാണ്. ഇന്റലിജൻസിന്റെയും ക്രിയേറ്റിവിറ്റിയുടെയും ഒക്കെ ഭാവമാണ്. അപ്പോൾ നമുക്കിവിടെ അവരുടെ ഇന്റലിജൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയമാണെന്ന് പറയാം. ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഇപ്പൊ ക്രിയേറ്റീവ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അതും നമ്മുടെ മനസ്സിന്റെ ഭാവനയാണ് ഓരോ സൃഷ്ടിയും എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ആ രീതിയിൽ അവിടെ അതിനെ കണക്ട് ചെയ്യാം. അപ്പോൾ ലഗ്നാലും ചന്ദ്രാലും എന്തെല്ലാം അനുഭവങ്ങൾ ഇവിടെ ചിന്തിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഇതിൽ ഏതെല്ലാം സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്ക് ദശയിൽ നോക്കാം. അതായത് ദശ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇവിടെ സൂചന കൊടുക്കുന്നുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ദശയിലും ഈ ഗോചരത്തിലും കൂടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ നടക്കും. ഇവിടെ ആൾക്ക് നടക്കുന്നത് ഗുരുവിന്റെ അന്തർദശയാണ് ഇപ്പൊ നടക്കുന്നത്. വ്യാഴം എന്ന് പറയുന്നത് ലഗ്നാധിപനാണ്, 4-ാം ഭാവാധിപനാണ്. അപ്പോൾ ലഗ്നാധിപന്റെ തന്നെ ദശയാണ് നടക്കുന്നത്, യോഗ ദശയാണ് നടക്കുന്നത്, അല്ലേ? അപ്പോൾ ലഗ്നാധിപനും 4-ാം ഭാവാധിപനുമായിട്ടുള്ള ഗുരു ശനി യോഗത്തിൽ ഇവിടെ 6-ാം ഇടവത്തിലാണ് നിൽക്കുന്നത്. ഭാവാലത് 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ലഗ്നാല് 5-ാം ഭാവത്തിൽ. എൻ്റെ പെൻ ഇത്തിരി ഡിസ്റ്റർബ് ആവുന്നുണ്ട്, സോറി. അപ്പോൾ ഇവിടെ വ്യാഴദശ നടക്കുമ്പോഴേക്കും ലഗ്നാധിപനും 4-ാം ഭാവാധിപനുമായിട്ടുള്ള ഗുരു ഇടവം രാശിയിൽ നിൽക്കുന്നു, ഭാവാൽ 5-ൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇടവത്തിൽ ശുക്ര ക്ഷേത്രത്തിൽ നിൽക്കുന്നതായ ഗുരുവിന്റെ ദശയിൽ ധന അഭിവൃദ്ധിക്കുള്ളതായ സാധ്യത നമുക്ക് ചിന്തിക്കാം എന്നുള്ളതാണ്. അത് 5-ാം ഭാവത്തിലാണ്. 5 എന്ന് പറയുന്നത് ഗുരുവിന്റെ ഇഷ്ടസ്ഥിതി തന്നെയാണ്. ഗുണഫലങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നതായ സമയം തന്നെയാണ്. അവിടെ ക്രിയേറ്റിവിറ്റി, ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ബന്ധം വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഗുരുവിന്റെ ദൃഷ്ടി, ഈ ഗുരുവിന്റെ ദശാനാഥന്റെ ദൃഷ്ടി വരുന്ന ഭാവങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ 10-ാം ഭാവത്തിലേക്ക്, 5-ാമത്തെ ദൃഷ്ടി 10-ാം ഭാവത്തിലേക്ക് വരും. ദെൻ 12-ാം ഭാവത്തിലേക്ക് വരും, 2-ാം ഭാവത്തിലേക്ക് വരും. ഓക്കെ, അപ്പോൾ 10, 12, 2 ഭാവങ്ങൾ ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ്. 10 നമുക്കറിയാം കർമ്മഭാവമാണ്. അപ്പോൾ കർമ്മ പുരോഗതി ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ് വ്യാഴദശയിൽ. 12-ാം ഭാവം ആക്റ്റീവായി വിദേശയാത്രകൾ ചിന്തിക്കാം, ധനച്ചെലവും ചിന്തിക്കാം. ഗുരു 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതേപോലെ 2-ാം ഭാവാധിപനായിട്ടുള്ള ശനി ഗുരുവുമായിട്ട് യോഗം ചെയ്തിട്ട് കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. 2, 3 ഭാവാധിപനായിട്ടുള്ള ശനി ദശാനാഥനുമായിട്ട് യോഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും 2-ാം ഭാവവും ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്യുമ്പോഴേക്കും ധന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ധന അഭിവൃദ്ധി നമുക്ക് ഈ ദശയിൽ ചിന്തിക്കാൻ സാധിക്കും. 3-ാം ഭാവാധിപനും കൂടിയാണ് ശനി ദശാനാഥനുമായി ഗോചരം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടപ്പ്, സെൽഫ് എഫേർട്ട്, കറേജ് ഒക്കെ കിട്ടുന്നതായ സമയമാണെന്ന് പറയാം ദശ അനുസരിച്ചിട്ട്. അയാൾക്ക് ആ ഒരു 3-ാം ഭാവം, പരാക്രമ ഭാവം, ഒരു റിസ്ക് എടുക്കാനുള്ളതായ, ഒരു എഫേർട്ട് എടുക്കാനുള്ളതായ മനസ്സ്, എഫേർട്ട് എടുക്കാനുള്ളതായ ഒരു ടെൻഡൻസിയൊക്കെ ആക്റ്റീവ് ആവുന്ന സമയമാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ ദശയും ആദ്യം പറഞ്ഞ ഗോചരത്തിലെ അനുഭവങ്ങളും ഈ ദശയിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന അനുഭവങ്ങൾ ഇയാൾക്ക് അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഗോചരത്തിൽ കണ്ടു വീട്, വാഹനം പോലെയുള്ള കാര്യങ്ങൾ, ബിസിനസ് ചെയ്യാനുള്ള സാധ്യത,
കർമ്മ പുരോഗതി, സെൽഫ് എഫേർട്ട്, ഇതെല്ലാമാണ് നമുക്ക് ദശയിലും ഗോചരത്തിലും കിട്ടിയിരിക്കുന്നത്. ഇയാൾക്ക് ഒക്ടോബർ വരെയാണ് വ്യാഴത്തിന്റെ അന്തർദശ വരുന്നത്. അതിനുശേഷം ശനിയുടെ അന്തർദശയാണ്. ശനിയും 2ഉം 3ഉം ഭാവാധിപനാണ്. അപ്പോൾ അവിടെയും സ്റ്റാർട്ടപ്പ്, ധനഭാവങ്ങളൊക്കെ ആക്റ്റീവ് ആകുവാണ് ശനിയുടെ അന്തർദശയിലും. അപ്പോൾ ഈ ദശാപഹാര കാലത്ത്, ഈ ഗോചര സമയത്ത് ഇയാൾക്ക് മെയിനായിട്ടും വരുന്ന അനുഭവങ്ങൾ ഇയാള് വീട് പണിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇടവ മാസത്തിൽ അതിന് വേണ്ടിയിട്ടുള്ളതായ കുറ്റിയടിയിൽ കഴിഞ്ഞു. അപ്പോൾ ഈ വർഷം അതിൻ്റെ വീടിൻ്റെ പണി നടക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇയാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് സെറ്റിലായി. വിദേശത്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനുള്ളതായ കാര്യങ്ങൾ ഈ മാസം അവസാനം അവിടേക്ക് പോകാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ജാതകം നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ദശാപഹാര കാലത്തിലും ഗോചരത്തിലും അനുഭവത്തിൽ കോമൺ ആയിട്ട് വന്നിട്ടുള്ളതായ വീടിനുള്ളതായ യോഗം, അതുപോലെ ബിസിനസ്സിനുള്ളതായ യോഗം, വിദേശ യോഗം, ഈ 3 കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്നു എന്നുള്ളതാണ് നടന്നിട്ടുള്ളത്. അതോടൊപ്പം ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്, ലഗ്നാൽ അഷ്ടമത്തിലാണ് ഗുരു ഗോചരം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് 4ാം ഭാവാധിപൻ അഷ്ടമത്തിലാണ്. അപ്പോൾ കുറച്ച് കാര്യതടസ്സങ്ങളും നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് പറ്റും. ചന്ദ്രാൽ 11ലാണ്, ആഗ്രഹ പൂർത്തീകരണമൊക്കെ ഉണ്ട്, നല്ല ഭാവത്തിലാണ്. ചന്ദ്രാൽ നല്ല ഭാവത്തിലാണ്. പക്ഷേ ലഗ്നാൽ അഷ്ടമത്തിലായതുകൊണ്ടുള്ളതായ കുറച്ച് കഷ്ടപ്പാടുകളും ഉണ്ടാവും. കുറച്ച് ദൈവാധീനക്കുറവ് നമുക്കവിടെ ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യതടസ്സങ്ങളും ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയും നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് പറ്റും. 4 ശനി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ കാര്യതടസ്സങ്ങളും അവിടെ ഉണ്ടാവും. കുറച്ച് താമസങ്ങൾ, ഇപ്പോൾ വീടിൻ്റെ പണിയൊക്കെ മുമ്പോട്ട് പോകുമ്പോഴേക്കും അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചില തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ വരാം. അതും നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ കാര്യം നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം ഭാവങ്ങൾ, ദശ ഗോചരങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് താമസവും തടസ്സവും ഒക്കെ വന്നാലും കാര്യം നടക്കും എന്ന് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ഇത് ലഗ്നവും ചന്ദ്രനുമായിട്ട് ഒരുമിച്ച് ചിന്തിക്കുമ്പോഴേക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പം ഇവിടെ ലഗ്നാൽ അഷ്ടമത്തിലാണ്, പക്ഷെ ചന്ദ്രാൽ 11ലാണ്, നല്ല ഭാവത്തിലാണ്. പക്ഷെ ലഗ്നാൽ മോശം ഭാവത്തിലാണ്. അതേസമയം ഇപ്പം ഇത് കന്നി ലഗ്നം അല്ല എന്ന് വിചാരിക്കൂ, ചിങ്ങ ലഗ്നം, ചന്ദ്രൻ ചിങ്ങത്തിലാണെന്ന് വിചാരിക്കൂ. അതായത് അപ്പോൾ ലഗ്നാലും ഗുരു അഷ്ടമത്തിൽ പോയി, ചന്ദ്രാലും ഗുരു എവിടെ പോവും? 12ൽ പോവും. അപ്പൊ ലഗ്നാലും ചന്ദ്രാലും മോശം ഭാവത്തിലേക്ക് ഗുരു മാറും എന്നുള്ളതാണ്. അവിടെ നമുക്ക് കൂടുതൽ ദോഷഫലങ്ങളുടെ ആധിക്യം കൂടും. കൂടുതലായിട്ടുള്ള എക്സ്പെൻസസ്, ഹോസ്പിറ്റൽ എക്സ്പെൻസസും അൺഎക്സ്പെക്ടഡിൽ ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാറും. കാരണം ചന്ദ്രാലും ലഗ്നാലും ഗുരു മറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കൂടുതൽ പ്രോബ്ലങ്ങളായിരിക്കും ഉണ്ടാവുക. അതേപോലെ ഇനി നേരെ തിരിച്ച് ഇവിടെ ഇപ്പോ ചന്ദ്രാൽ 11 ചന്ദ്രൻ തന്നെയാണെന്ന് വിചാരിക്കൂ. ഇവിടെ കന്നിക്കൂറ് തന്നെയാണ്. അതേപോലെ വൃശ്ചിക ലഗ്നമാണെന്ന് വിചാരിക്കൂ. ഇവിടെ വൃശ്ചിക ലഗ്നം വന്നു കഴിഞ്ഞാൽ ഗുരു എവിടെ വരും? 9 ഗോചരം ചെയ്യും. അപ്പൊ വൃശ്ചിക ലഗ്നത്തിന് 9 ഗുരു ഗോചരം ചെയ്യുകയും ചന്ദ്രാല് 11 വരെയും ചെയ്യും. അപ്പൊ രണ്ടിലും നല്ല ഭാവങ്ങളിലാണ് വന്നിരിക്കുന്നത്. ചന്ദ്രാൽ ആഗ്രഹ പൂർത്തീകരണം, ലഗ്നാല് ഭാഗ്യസ്ഥാനവും ആക്റ്റീവ് ആവുന്നു. അങ്ങനെ വരുമ്പോഴേക്കും ഒരു തടസ്സങ്ങളും ഇല്ലാതെ ആ ദശാഗോചരങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ലഗ്നാലും ചന്ദ്രാലും ഉള്ളതായ കാര്യങ്ങളെ കമ്പൈൻ ചെയ്ത് ചിന്തിക്കുക. ലഗ്നാൽ നല്ല ഭാവത്തിലാണോ, ചന്ദ്രാൽ നല്ല ഭാവത്തിലാണോ, അപ്പൊ അതനുസരിച്ചിട്ട് നല്ലതോ ചീത്തയോ എന്നുള്ള അനുസരിച്ചിട്ട് നമുക്ക് റിസൾട്ടിനെ കമ്പൈൻ ചെയ്ത് ചിന്തിക്കാം. അപ്പം നമുക്ക് അടുത്തൊരു ജാതകം നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഗോചരം ചിന്തിക്കുമ്പോഴേക്കും പൊതുവായിട്ടുള്ള ഗോചര ഫലമാണ് നമ്മൾ ഓരോന്ന് പറഞ്ഞു വന്നിരുന്നത്. അതുകൂടാതെ ചില റൂൾസും കൂടെ ഉണ്ട് ഗോചരം ചിന്തിക്കാനായിട്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജാതകം ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഇതൊരു ഹസ്ബൻഡ് വൈഫിന്റെ ജാതകമാണ്. ഫസ്റ്റ് വൺ സ്ത്രീ ജാതകം, സെക്കൻഡ് വൺ പുരുഷ ജാതകമാണ്. ഇവരുടെ വിവാഹം ജൂലൈ 2025 വിവാഹം കഴിഞ്ഞ ആളുകളാണ്. ജൂലൈ 25 ഗുരു ഗോചരം ചെയ്യുന്നത് മിഥുനം രാശിയിലായിരുന്നു ഗുരുവിന്റെ ഗോചരം 2025 ജൂലൈയിൽ നടന്നിരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഈ അനുഭവം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ദശ നടക്കുന്നത്, ഇപ്പൊ സ്ത്രീ ജാതകം നോക്കുമ്പോൾ അവരുടെ ദശ ഏതായിരുന്നു? ബുധന്റെ അപഹാരമായിരുന്നു. ഈ ബുധൻ എങ്ങനെ ഈ ദശയിൽ ഈ വിവാഹം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ബുധൻ നിൽക്കുന്നത് 10ാം ഭാവത്തിലാണ്. 10ാം ഭാവത്തിൽ ശുക്രനും ഗുരുവുമായിട്ട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ശുക്രൻ എന്ന് പറയുന്നത് ലഗ്നാധിപനാണ്.
അതേപോലെ ദാമ്പത്യകാരകനാണ് ശുക്രൻ. ഗുരു എന്ന് പറയുന്നത് ഭർത്തൃകാരകനാണ് സ്ത്രീ ജാതകത്തില്. അപ്പോ ഈ ഗുരുവും ശുക്രനുമായിട്ട് യോഗം ചെയ്തതായ ബുധന്റെ ദശ അപഹാര കാലം വന്നപ്പോൾ അത് വിവാഹ യോഗത്തിനുള്ളതായ സമയം കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഗോചരത്തിൽ എന്ത് കണക്ഷൻ വന്നു എന്നുള്ളതാണ് നെക്സ്റ്റ്. ഗോചരത്തിൽ എപ്പോഴും സംഭവിക്കാം. ഇവിടെ ഗുരു മിഥുനം രാശിയിലാണ് നിൽക്കുന്നത്. അതായത് ലഗ്നാൽ 9 ഗുരു ഗോചരം ചെയ്യുന്നത് ആ സമയം. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ലഗ്നാൽ 7ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ആ ചൊവ്വ നിൽക്കുന്നത് ഇവിടെ 9ാം ഭാവത്തിലാണ്. ഓക്കെ, അപ്പോ 7ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്ന രാശിയിൽ ഗുരു ഗോചരം ചെയ്തപ്പോൾ വിവാഹയോഗം ഉണ്ടായി എന്നുള്ളതാണ്. ലഗ്നാൽ നോക്കുമ്പോൾ ഉള്ളതായ കണക്ഷൻ ഗോചരത്തിൽ അതാണ് വന്നത്. അതേപോലെ ചന്ദ്രൻ അവിടെ നിപ്പുണ്ട്. ചന്ദ്രാൽ 7ാം ഭാവാധിപനാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോ 7ാം ഭാവാധിപനായ ഗുരു ലഗ്നത്തിൽ ഗോചരം ചെയ്തു, ചന്ദ്രലഗ്നത്തിൽ ഗോചരം ചെയ്തു. ഇവിടെയും ചന്ദ്രാലും ലഗ്നാലും ഉള്ളതായ ഗോചരം അനുഭവം കൊടുത്തു എന്നുള്ളതാണ്. ദശയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഈ സ്ത്രീജാതകത്തിൽ സംഭവിച്ചത്. അടുത്തത് പുരുഷ ജാതകം നോക്കാം. ഇവിടെ വേറൊരു റൂളാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവാൻ പോകുന്നത്. അതാണ് ഇതും കൂടി ഞാൻ പ്രസന്റ് ചെയ്തത്. ഇവിടെ ആൾക്ക് വ്യാഴദശയായിരുന്നു. വ്യാഴദശയിൽ ബുധന്റെ അപഹാരം. ആരാണ് വ്യാഴം? കന്നി ലഗ്നത്തിൽപ്പെട്ട ജാതകമാണ്. കന്നി ലഗ്നത്തിന് 7ാം ഭാവാധിപനാണ് ഗുരു എന്ന് പറയുന്നത്. ആ ഗുരുവിന്റെ മഹാദശയായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. ദെൻ അന്തർദശ ബുധന്റെ. ബുധൻ ഈ ജാതകന്റെ ലഗ്നാധിപൻ തന്നെയാണ്. ഈ ലഗ്നാധിപൻ ശുക്രനുമായിട്ട് യോഗം ചെയ്തു. പുരുഷ ജാതകത്തില് ശുക്രൻ എന്ന് പറയുന്നത് ഭാര്യാകാരകനാണ്, ദാമ്പത്യകാരകനാണ്. അപ്പോ ശുക്രനുമായിട്ട് യോഗം ചെയ്തതായ ലഗ്നാധിപന്റെ അപഹാര സമയം വന്നു. അപ്പോൾ മഹാദശയും അന്തർദശയും വിവാഹത്തിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇനി ഗോചരത്തിലും കൂടെ ആ സമയം നടക്കണം. ഗോചരത്തിൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലഗ്നാൽ ചന്ദ്രാൽ നോക്കുന്നത് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും കാരകനെ വെച്ചിട്ടും ഗോചരം ചിന്തിക്കാം എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങൾക്കും കാരകനുണ്ട്. ഇപ്പൊ ഈ വിവാഹത്തിന്റെ കാരകൻ ഞാൻ പറഞ്ഞു, ദാമ്പത്യ കാരകൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ഇപ്പോ സന്താന കാരകനാണെങ്കിൽ വ്യാഴമാണ്. അപ്പോ ഇവിടെ ശുക്രനെ കൊണ്ട് നമുക്ക് വിവാഹത്തിന്റെ ഗോചരഫലം ചിന്തിക്കാനായിട്ട് സാധിക്കും. ശുക്രാൽ ത്രികോണത്തിൽ ശുക്രനെ കൊണ്ട് എണ്ണിക്കഴിഞ്ഞാൽ ശുക്രാല് 1, 2, 3, 4, 5, 6, 7, 8, 9 ശുക്രാൽ ത്രികോണ ഭാവമാണ് ഇത്. ശുക്രാൽ 9ാം ഭാവത്തില് ഗുരു ഗോചരം ചെയ്യായിരുന്നു. ഈ ഗുരുവിന് 9ൽ നിൽക്കുന്നതായ ഗുരുവിന് ഈ ശുക്രനെ ദൃഷ്ടി ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ശുക്രന്റെ ത്രികോണത്തിൽ ഗുരു വന്നു, ആ ഗുരു ശുക്രനെ ദൃഷ്ടി ചെയ്യും. ഈ ശുക്രൻ ഇവിടെ ആക്റ്റീവ് ആവും. അപ്പോൾ ഇവിടെ ശുക്രാൽ ത്രികോണ ഭാവത്തിൽ വ്യാഴം വന്നാലും വിവാഹ കാര്യത്തിന് നമുക്ക് ചിന്തിക്കാം എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾക്കല്ല, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റൂല. വിവാഹ കാര്യം ചിന്തിക്കുമ്പോൾ വിവാഹത്തിന്റെ കാരകനായ ശുക്രാലും നമുക്ക് ഗോചരം ചിന്തിക്കാമെന്നർത്ഥം. കാരകനെ വെച്ചിട്ടും നമ്മൾ ഗോചര ഫലം ചിന്തിക്കുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ പൊതുവായിട്ടുള്ള ഫലം പറയുമ്പോഴേക്കും ഇതൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് ഇൻഡിവിജ്വൽ ജാതകം അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. അത് ശുക്രൻ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചിട്ടിരിക്കും. അപ്പൊ അതാണ് പൊതുവായിട്ടുള്ള കാര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെയും കൂടി ഗോചരം ചിന്തിക്കാം, കാരകനെ വെച്ചിട്ടും നമ്മൾ ഗോചര ഫലം ചിന്തിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജാതകം കൂടി പ്രസന്റ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ബെനിഫിഷ്യൽ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.